മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശ് എംപിയും മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സൗഹൃദ വലയത്തിലുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 ഫോണുകളാണ് SIT പിടിച്ചെടുത്തത്. ഈ 2 ഫോണുകളുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയാണ് നടന്നത്. ഈ 2 ഫോണുകളും ഉപയോഗിക്കുന്ന നമ്പറുകളുടെ CDR SIT ശേഖരിച്ചു. അതിനൊപ്പം തന്നെ ഈ 2 ഫോണുകളിലും ഉണ്ടായിരുന്ന ശബ്ദരേഖകളും സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളും അടക്കം റിട്രീവ് ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് SIT നടത്തിയ പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായി. അതിവിപുലമായ ഒരു സൗഹൃദ വലയം, അതും ഉന്നത ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കാത്തുസൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള നേതാക്കളുണ്ട്, അതിനൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ചലച്ചിത്ര താരങ്ങളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സൗഹൃദ വലയത്തിലുണ്ട്. അപ്പോൾ ഈ സൗഹൃദങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്, എന്തുകൊണ്ടാണ് ഇവരുമായുള്ള സൗഹൃദം എന്ന കാര്യങ്ങൾ കൂടി SIT ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം അന്വേഷിക്കുകയാണ്. അതിൽ ഏറ്റവും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തന്നെ പോറ്റിയുടെ 2 ഫോണുകളിൽ നിന്ന് ലഭിച്ച പല വിവരങ്ങളും പല ശബ്ദരേഖകളും നിർണായകമായ തെളിവായി മാറി. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കണക്കുകളൊക്കെ ഈ ഫോണിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഫോണിൽ നിന്ന് ലഭിച്ച സൗഹൃദ വലയത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കണ്ടെത്തി SIT പ്രത്യേകം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവരുടെ ഇടപാടുകൾ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഇതിൽ ആർക്കെങ്കിലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ, അതല്ല ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് നേടിയ സാമ്പത്തിക ലാഭം ഉപയോഗിച്ച് ഇവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും SIT പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച CDR അടക്കമുള്ള വിവരങ്ങൾ ഒരു ആറ്റം ബോംബിന് തുല്യമാണ് എന്നാണ് SIT കേന്ദ്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് ആ രേഖകൾ SIT സൂക്ഷിക്കുന്നത്. SITയുടെ തലവൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP S ശശിധരൻ നേരിട്ടാണ് ഈ വിവരങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാവുന്നത്. SITയിൽ പോലും ആ രേഖകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടില്ല. അത് ചോരാതിരിക്കാനുള്ള എല്ലാ കരുതലും SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സൗഹൃദ വലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്.